അപ്പോൾ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നുള്ള നിലയിലേക്ക് അദ്ദേഹത്തിന് പ്രവർത്തിച്ചേ സാധിക്കുള്ളൂ. പക്ഷേ യു പിയിൽ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ സാധിക്കില്ല? എന്താ പറഞ്ഞത്? 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്നും സംസ്ഥാന ഗവൺമെന്റ് സെക്ഷൻ 97 അനുസരിച്ച് വഖഫ് ബോർഡിനോട് ആവശ്യപ്പെട്ടാൽ മതി. ഇത് വഖഫ് ഭൂമി അല്ല എന്ന നിലപാട് വഖഫ് ബോർഡ് എടുക്കണം എന്ന് ആവശ്യപ്പെട്ടാൽ മതി. കേരളത്തിലെ ജനങ്ങൾ ഓരോരുത്തരായിട്ട് വി.ഡി. സതീശന്റെ ഈ ഇരട്ടത്താപ്പും ഈ നിലപാടും തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിൽ കഴിയുമ്പോൾ ചുക്കിനും ചുണ്ണാമ്പിനും വരെ എണീറ്റ് നിന്ന് ഇത് ഞങ്ങൾ വന്നാൽ തിരുത്തി തരാം. അപ്പോൾ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ആളാണ്. അവരെ കുടിയൊഴിപ്പിക്കാനുള്ള നിലപാടുമായി UDF സർക്കാരും വഖഫ് ബോർഡും മുന്നോട്ട് വന്നാൽ അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് എന്ന് വി.ഡി. സതീശൻ ഓർത്തു നിൽക്കുന്നത് നന്നായിരിക്കും. മുഖ്യമന്ത്രിയിലേക്ക് ഉയരാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുമ്പോൾ അദ്ദേഹം കേരളത്തിലെ സാധാരണപ്പെട്ട ജനങ്ങളെ, അദ്ദേഹത്തിനോടൊപ്പം നിന്ന UDFിനോടൊപ്പം നിന്ന ഒരു സമൂഹത്തെ കാണാതെ പോകുന്നു എന്നുള്ള. വി.ഡി. സതീശൻ അര പിണറായിയാണ് എന്നാണ് അവർ തന്നെ പറയുന്നത്. അതായത് എനിക്കിതിൽ താല്പര്യമില്ല, എനിക്ക് ജയിച്ചു കയറാൻ ഞാൻ നിങ്ങളെയൊക്കെ ഒരു ചവിട്ടുപടിയാക്കി എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള നിലപാട്. എന്തുകൊണ്ട് കേരളത്തിൽ അത്തരത്തിൽ ഒരു നോംസ് പാലിക്കാത്ത ഒരു വഖഫ് ബോർഡിനെ വി.ഡി. സതീശൻ ചുമക്കണം? വി.ഡി. സതീശൻ്റെ വിഷയം താനും തൻ്റെ പാർട്ടിയും കഴിഞ്ഞ 10 വർഷക്കാലം പിറകിൽ നിന്ന് തൻ്റെ പാർട്ടിയും തൻ്റെ കസേരയും തൻ്റെ സ്വന്തം കാര്യങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. ഈ സാധാരണപ്പെട്ട മുനമ്പത്തെ ഒരു പാവപ്പെട്ടവനെയും കുടിയിറക്കാൻ ഒരാളെയും ഞങ്ങൾ അനുവദിക്കില്ല. അതിന് അവസാനത്തെ തുള്ളി ചോര പൊടിയേണ്ടി വന്നാൽ അവസാനത്തെ തുള്ളി ചോരയും ഞങ്ങൾ പൊടിക്കും. ആ നിലപാട് പറഞ്ഞു തന്നെയാണ് ഞങ്ങൾ 2014 അധികാരത്തിൽ വന്നത്. ആ 2014 ശേഷം ഇന്നിരിക്കുന്ന 2026 ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. ഒരു നിലപാടിൽ ഞങ്ങൾ തീരുമാനമെടുത്താൽ ആ നിലപാടിൽ നിന്ന് അചഞ്ചലമായി നിന്ന് അവിടെ 404 ഏക്കർ ഇല്ല. പകരം വസ്തു സർക്കാർ കൊടുക്കുകയാണെങ്കിൽ 404 ഏക്കർ അവർക്ക് കിട്ടണം. അത് തന്നെയാണ് അതിൻ്റെ പിന്നിലെ അവരുടെ ഉദ്ദേശവും. മുനമ്പത്തെ ജനങ്ങളെ വീണ്ടും വഴിയാധാരമാക്കിക്കൊണ്ട് അവിടുത്തെ ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോടൊപ്പം ചർച്ച ചെയ്യാനായിട്ടുള്ളത് യുവമോർച്ചയുടെ സംസ്ഥാന മീഡിയ സെൽ കൺവീനർ എസ് നന്ദു ആണ്. നമസ്കാരം നന്ദു. ഇപ്പോൾ മുനമ്പത്തെ ജനങ്ങൾ ചെകുത്താനും കടലിനും നടുക്കാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. മുൻ സർക്കാർ പോയി, പുതിയ സർക്കാർ വന്നു. പക്ഷേ പുതിയ സർക്കാർ പറയുന്നത് ഇത് ആൾറെഡി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. വി.ഡി. സതീശൻ അതിന് കുറേ ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചിരുന്നു? അല്ല, ഇതിനകത്ത് പ്രധാനമായും ആദ്യം മുതൽ തന്നെ മുനമ്പം വിഷയം തുടങ്ങുമ്പോൾ മുതൽ തന്നെ UDFിൻ്റെ ഒരു നിലപാട്, ഒരു അഴകുഴഞ്ചൽ നിലപാടെന്നൊക്കെ പറയുന്ന മാതിരി ഒരു നിലപാടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഈ നിലപാടിൽ ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയും അവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ ആദ്യഘട്ടം മുതൽ BJP മുനമ്പത്തെ ജനങ്ങളെ ചേർത്ത് പിടിക്കുകയും BJP മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ അവരുടെ മുന്നിൽ നിൽക്കുകയും ചെയ്തിരുന്ന പാർട്ടിയാണ്. അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, വി.ഡി. സതീശൻ അവിടെ ഒരു വേദിയിൽ വന്ന് നിന്നിട്ട് പ്രസംഗിക്കുന്നുണ്ട്. ഞങ്ങളുടെ സർക്കാർ വന്നു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ സർക്കാർ വന്നു, ഒരു മന്ത്രിസഭാ യോഗം കഴിഞ്ഞു, രണ്ടാമത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞു. രണ്ടാമത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് വിശദീകരിക്കാനിരിക്കുമ്പോഴാണ് താങ്കൾ പറഞ്ഞതുപോലെ ഞങ്ങൾക്കിട്ടൊരു 8ൻ്റെ പണി തന്നിട്ട് മുൻ സർക്കാർ പോയി. അപ്പോൾ മുൻ സർക്കാർ നടത്തിയിട്ടുള്ള തെറ്റായ നയങ്ങളെ തിരുത്താൻ കെൽപ്പില്ലാത്തവനാണ് വി.ഡി. സതീശനെങ്കിൽ താങ്കൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കാൻ യോഗ്യനല്ല എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. അതല്ലേ സ്റ്റേറ്റ്മെൻറ്റ് വരേണ്ടത്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതുപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട്. ഞാൻ ഒരു എക്സാമ്പിളായിട്ട് എനിക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. UPയിൽ ഇത്തരത്തിലുള്ള ഒരു എൻക്രോച്ച്മെൻറ്റ് നടന്നിട്ടുണ്ട്. അതിനെ ഇതേപോലെ തന്നെ ഉമൈദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് കൃത്യമായി സർക്കാർ ഇടപെട്ടത് മാറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ട് വി.ഡി. സതീശൻ അങ്ങനൊരു നിലപാടിലേക്ക് പോകുന്നില്ല? അപ്പോൾ ഒരു ഘട്ടത്തിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ആരാണ്? നമ്മൾ ഈ വഖഫ് ബോർഡ് എന്നുള്ള പേര് മാത്രമാണ് നമ്മൾ ഉയർത്തുന്നത്. പക്ഷേ ഈ വഖഫ് ബോർഡിന് പിന്നിൽ നിൽക്കുന്ന ഈ സ്വത്തുക്കൾ മുഴുവൻ ഏറ്റെടുക്കാനും ആ സ്വത്തുക്കൾ മുഴുവൻ അവരുടെ ഇഷ്ടമുള്ള ആളുകൾക്ക് വീതിച്ചെടുക്കാനും അതിൻ്റെ സ്വത്തുക്കൾ കൈവശം വെച്ച് അനുഭവിക്കാനും ഉദ്ദേശിച്ചു നിൽക്കുന്ന വലിയ രീതിയിലുള്ള ആളുകളുണ്ട്. ആരാണത്? കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ, SDPIയുടെ നേതാക്കന്മാർ. ഇവരുടെ വോട്ട് വാങ്ങിയിട്ടാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്. അപ്പോൾ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നുള്ള നിലയിലേക്ക് അദ്ദേഹത്തിന് പ്രവർത്തിച്ചേ സാധിക്കുള്ളൂ. പക്ഷേ UPയിൽ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ സാധിക്കില്ല?
ഒരു ചോദ്യമാണ്. നിങ്ങൾ മറ്റെല്ലാത്തിനും ഉത്തരേന്ത്യയിലേക്ക് നോക്കുമ്പോൾ ഇതിനും ഒരു സൊല്യൂഷൻ ഉത്തരേന്ത്യയിലുണ്ട്. ഇന്നിപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ MLA കൃത്യമായിട്ട് കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ വസ്തുക്കൾ അത് മുനമ്പം ജനതയ്ക്ക് അവകാശപ്പെട്ടതാണ്. അവർ കരമടച്ച് സ്വന്തമാക്കി അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന വസ്തുവാണ്. അതുകൊണ്ട് അടിയന്തരമായി അത് ഉമീദ് പോർട്ടലിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് തയ്യാറാക്കണം, അതിനുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണമെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത്ര പോലും ചെയ്യാൻ കെൽപ്പില്ലാത്തയാളെയാണ് നമുക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ തരം താഴ്ത്തി സംസാരിക്കാൻ ആഗ്രഹിച്ച ആളല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓരോ നിലപാടും പൂക്കി മുഖ്യമന്ത്രിയിലേക്ക് ഉയരാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുമ്പോൾ അദ്ദേഹം കേരളത്തിലെ സാധാരണപ്പെട്ട ജനങ്ങളെ, അദ്ദേഹത്തിനോടൊപ്പം നിന്ന UDFിനോടൊപ്പം നിന്ന ഒരു സമൂഹത്തെ കാണാതെ പോകുന്നു എന്നുള്ള കൃത്യമായ വിമർശനം എനിക്കുണ്ട്. രണ്ട് വിഷയങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ മുനമ്പം വിഷയം അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു വ്യാജ വാഗ്ദാനം നൽകുകയായിരുന്നു. 10 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം തീർക്കും എന്ന് പറഞ്ഞു. 10 മിനിറ്റ് സർക്കാർ വിചാരിച്ചാൽ ചെയ്യുക. കാരണം പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് ഈ വഖഫ് ബോർഡ് ചെയർമാൻ എന്ന് അദ്ദേഹം പല തവണ പല പത്രസമ്മേളനങ്ങളിലും നിയമസഭയിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് പിണറായി വിജയൻ്റെയും LDFിൻ്റെയും നോമിനിയായിട്ടാണ് ഈ വഖഫ് ബോർഡ് ചെയർമാൻ അവിടെ ഇരിക്കുന്നതെന്നും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് അയാൾ പ്രവർത്തിക്കുന്നതെന്നും ഒക്കെ VD സതീശൻ തന്നെയാണ് ഈ ജനങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചെയ്തത് മൊത്തം മുൻ സർക്കാരാണെന്ന് പറയുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിലപാടില്ലായ്മയും ഇരട്ടത്താപ്പും കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. മുനമ്പം വിഷയം ചർച്ച ചെയ്യുമ്പോൾ, ഈ ജനങ്ങളെ വഴിയാധാരമാക്കിയത് ചർച്ച ചെയ്യുമ്പോൾ VD സതീശൻ്റെ ഈ കഴിവില്ലായ്മ, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും കക്ഷത്തിലാണ് സതീശിൻ്റെ തല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളിപ്പം തെളിഞ്ഞ് മനസ്സിലാക്കി വരുന്നുണ്ട്. ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പക്ഷേ ഇത് നമുക്ക് എങ്ങനെയായിരിക്കും ഇതിനി മുമ്പോട്ട് പോകുമ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും? കാരണം ഈ ജനങ്ങൾക്ക് ഒരു രക്ഷയുമില്ല. കഴിഞ്ഞ ദിവസം തന്നെ ജോഷി മയ്യാറ്റിൽ അച്ഛൻ്റെ പ്രസംഗം എല്ലാ ചാനലുകളും കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് ഇനി വർഷങ്ങളെടുക്കും ഈ വസ്തു വിൽപ്പന നടത്താനോ അല്ലെങ്കിൽ ബാങ്കിൽ ലോൺ എടുക്കാനോ അല്ലെങ്കിൽ വീതിച്ചു കൊടുക്കാനോ ഒക്കെ ഇനി വർഷങ്ങളെടുക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നതെന്ന് പറയുന്നത്. ദീപിക പത്രം കഴിഞ്ഞ ദിവസം ഒരു അതിതീവ്രമായ ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് VD സതീശനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഓരോരുത്തരായിട്ട് VD സതീശൻ്റെ ഈ ഇരട്ടത്താപ്പും ഈ നിലപാടും തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞു പോകുന്നു. അല്ല, ഇതിനകത്ത് താങ്കൾ പറഞ്ഞതിൽ പ്രസക്തമായ ചില കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇതൊരു ഗവൺമെൻറ് നോമിനിയാണ് വഖഫ് ബോർഡ് ചെയർമാനായി വരുന്നത്. സത്യമാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് ചുമതലയിലേറ്റപ്പോൾ തന്നെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലും രണ്ടാമത്തെ മന്ത്രിസഭാ യോഗത്തിലും ഇതിനൊരു മാറ്റം വരുത്താൻ സാധിക്കുമായിരുന്നു. സാധിച്ചില്ല എന്നല്ല, ചെയ്തില്ല. രണ്ടാമത്തെ വിഷയം, ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ഈ ഉമീദ് പോർട്ടലിലേക്ക് ഈ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു. 10 മിനിറ്റ് കൊണ്ടൊരു വിഷയം പരിഹരിക്കാമെന്ന് പറയുമ്പോൾ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ വിഷയത്തിൽ ക്ലിയർ കട്ട് ക്ലാരിറ്റിയിൽ ഒരു തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും സാധിക്കണമായിരുന്നു. അത് സാധിച്ചില്ല എന്നുള്ളിടത്ത് തന്നെ VD സതീശൻ എന്ന് പറയുന്ന പണ്ട് കാലങ്ങളിൽ ഞങ്ങൾ നിലപാടിൻ്റെ രാജകുമാരനാണെന്ന് പറഞ്ഞിരുന്ന മനുഷ്യൻ്റെ കള്ളങ്ങൾ മുഴുവൻ തന്നെ കേരളത്തിൽ പൊളിഞ്ഞു പോവുകയല്ലേ. അതൊന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഇതിനകത്തൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, പൊളിറ്റിക്കൽ തീരുമാനം എടുക്കാൻ കെൽപ്പില്ലാത്തയാളാണ് VD സതീശൻ എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അദ്ദേഹത്തിന് സാധിക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഫേവറബിളായി നിന്ന ചില പൊസിഷനുകളുണ്ട്, അല്ലെങ്കിൽ ചില ആളുകളുണ്ട്, ചില സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളെ വെറുപ്പിച്ച് നിർത്തിക്കൊണ്ട്, ആ സമൂഹങ്ങളെ വെറുപ്പിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക പ്രായോഗികമല്ല. അപ്പോൾ മുന്നോട്ട് പോകണം. അതിന് 134 140 പേരെ കണ്ടില്ല എന്ന് നടിച്ചാൽ ആ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. ഈ നിലപാട് മാറേണ്ടതുണ്ട്. ഇതിനകത്ത് അദ്ദേഹത്തിന് ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ, ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അവർക്ക് അർഹതപ്പെട്ടിട്ടുള്ള ന്യായമായ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കും. 3 MLA-മാരുള്ള BJP പറയുകയാണ്, ഞങ്ങൾ 3 MLA-മാർ ഉള്ളിടത്തോളം കാലം ആ സാധാരണക്കാരൻ്റെ മുനമ്പത്തെ ഒരു സാധാരണക്കാരൻ്റെയും കിടപ്പാടം നഷ്ടപ്പെടില്ല എന്ന് ആർജവത്തോടു കൂടി പറയാൻ ഞങ്ങൾ 3 പേരുള്ളപ്പോൾ സാധിക്കുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായി 102 പേരുടെ പിൻബലമുള്ള UDFിന് എന്തുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് UDFിൻ്റെ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല? ഇത്രയും കാലം ഒപ്പോസിഷൻ ലീഡറായിരുന്ന സമയത്ത്, പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ചുക്കിനും ചുണ്ണാമ്പിനും വരെ എണീറ്റ് നിന്ന് ഇത് ഞങ്ങൾ വന്നാൽ തിരുത്തി തരാം, ഞങ്ങൾ വന്നാൽ മാറ്റിത്തരാം, ഞങ്ങൾ അധികാരത്തിൽ വരും, ഒപ്പം ഞങ്ങൾ ശരിയാക്കി തരാം, 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ആളാണ്.
ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത വാക്കാണ് തൻ്റെ വായിൽ നിന്ന് വന്നതെന്ന് വി.ഡി. സതീശൻ സമ്മതിച്ചാൽ മതി. ഞങ്ങൾ എന്തായാലും ഒരു കാര്യം തീരുമാനമെടുത്തിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഈ സാധാരണപ്പെട്ട മുനമ്പത്തെ ഒരു പാവപ്പെട്ടവനെയും കുടിയിറക്കാൻ ഒരാളെയും ഞങ്ങൾ അനുവദിക്കില്ല. അതിന് അവസാനത്തെ തുള്ളി ചോര പൊടിയേണ്ടി വന്നാൽ അവസാനത്തെ തുള്ളി ചോരയും ഞങ്ങൾ കുടിക്കും. അവസാനം വരെ അവരുടെ ആ നീതി അവർക്ക് ലഭ്യമാക്കി അവരെ അവരവരുടെ വീടുകളിൽ അവരവരുടെ മണ്ണുകളിൽ ചവിട്ടി നിർത്താൻ പ്രാപ്തമാക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി അവരോടൊപ്പം നിൽക്കും. അതിന് ഞങ്ങൾക്ക് 2 കേന്ദ്രമന്ത്രിമാർ കേരളത്തിലുണ്ട്, 4 MP-മാർ കേരളത്തിലുണ്ട്, 3 MLA-മാർ കേരളത്തിലുണ്ട്. അതിനോടൊപ്പം നരേന്ദ്രമോദിജിയുടെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം അവർക്കൊപ്പമുണ്ട്. അതിനി എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ആ പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്യിപ്പിച്ച് അവരെ തിരിച്ച് അവരുടെ മണ്ണിന്റെ ഉടമകളാക്കുന്നത് വരെ ഈ പോരാട്ടം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു സംശയം ഞങ്ങൾക്കതിലില്ല. അതിന് വി.ഡി. സതീശൻ തയ്യാറായി കൂടെ നിന്ന് ചെയ്യാൻ വി.ഡി. സതീശൻ തയ്യാറുണ്ടെങ്കിൽ സതീശന് പിന്തുണ കൊടുക്കും. സതീശൻ കൂടെ ഇല്ലെങ്കിൽ സതീശൻ ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാതെ തന്നെ, CPM ഇല്ലാതെ തന്നെ ഈ കാര്യം കൃത്യമായി ചെയ്യാൻ നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് കെൽപ്പുണ്ട് എന്ന് ഞങ്ങൾ തെളിയിക്കും. അതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് ആ കാര്യത്തിൽ. നേരത്തെ നന്ദു പറഞ്ഞതുപോലെ ആ മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെയും ചെയ്യാൻ പറ്റും. ആർജവമുള്ള മുഖ്യമന്ത്രി വേണം, നിലപാട് വേണം. അതിന് ഒരു എന്താ പറയുക, തണ്ടൽ ഉറപ്പെന്ന് പറയുന്ന ഒരു വസ്തു വേണം. അല്ല, ഇതിനകത്ത് ഞാൻ ഒരു കാര്യം കൂടി പറയാം. അതായത് ഈ വഖഫ് ബോർഡ്, ഇവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന വഖഫ് ബോർഡ് തന്നെ സത്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നോംസുകൾക്കെതിരായിട്ടാണ്, കൃത്യമായ നോംസുകൾക്കെതിരാണ്. അങ്ങനെ നോംസുകൾക്കെതിരായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത 2 വഖഫ് ബോർഡുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കേരളത്തിലും ഒന്ന് തമിഴ്നാട്ടിലും. ആ തമിഴ്നാട്ടിലെ വഖഫ് ബോർഡിനെ തമിഴ്നാടിൻ്റെ ഹൈക്കോടതി റദ്ദ് ചെയ്തു. തമിഴ്നാട് ഹൈക്കോടതി ആ ഒരു കേസിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ അവരുടെ കോൺസ്റ്റിറ്റ്യൂട്ടിങ് പവറിനെ റദ്ദ് ചെയ്തിട്ട് പറഞ്ഞു ഈ ബോർഡ് സാധുവല്ല, അസാധുവാണ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് കേരളത്തിൽ അത്തരത്തിൽ ഒരു നോംസ് പാലിക്കാത്ത ഒരു വഖഫ് ബോർഡിനെ വി.ഡി. സതീശൻ ചുമക്കണം? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, വഖഫ് ശരി വി.ഡി. സതീശൻ അറിയാതെയാണ് ഈ കാര്യത്തിൽ വന്നത്. എന്താ, വി.ഡി. സതീശൻ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് കൃത്യമായി ഈ വിഷയം, മുനമ്പത്തെ വിഷയം അദ്ദേഹത്തിന് ബോധ്യമുള്ള വിഷയമാണ്, അദ്ദേഹത്തിന് നേരിട്ട് അറിയുന്ന വിഷയമാണ്. കേരളത്തിലെ BJPയുടെ നേതാക്കന്മാർ തന്നെ നേരിട്ട് പല പ്രാവശ്യം പ്രധാനമന്ത്രിയും അമിത്ഷാജിയെയും അതുപോലെ തന്നെ കിരൺ റിജിജുജിയെയും നേരിട്ട് കണ്ടു പറഞ്ഞ വിഷയമാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇന്ന് അതൊരു ഡോക്യുമെൻ്റായി സമർപ്പിച്ചുകൂടാ? 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കെൽപ്പുള്ള ഒരു നേതാവിന് എന്തുകൊണ്ട് അത് സമർപ്പിച്ചുകൂടാ? അപ്പോൾ അത് അദ്ദേഹം സമർപ്പിച്ചില്ല എന്നുള്ളിടത്ത് തന്നെ കൃത്യമായ പോയിന്റാണ്. അതായത് എനിക്കിതിൽ താല്പര്യമില്ല, എനിക്ക് ജയിച്ചു കയറാൻ ഞാൻ നിങ്ങളെയൊക്കെ ഒരു ചവിട്ടുപടിയാക്കി എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള നിലപാട്. ഇനി ഇതിനകത്ത് ഈ പാവങ്ങളെ വഞ്ചിച്ച ഒരുപാട് പേര് കൂടിയുണ്ട്. അവരെല്ലാം പുനഃപരിശോധന നടത്തണം. ഇങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി നിലപാടെടുത്തത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്നുള്ള നിലപാടെടുക്കണം. ഹൈബി ഈഡൻ ആ പന്തലിൽ ചെന്ന് നിന്നിട്ടാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ MP ആയിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങേണ്ടി വരില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഭരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അദ്ദേഹം മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് മുനമ്പത്തെ സത്യത്തിൽ പറഞ്ഞു പറ്റിക്കുകയല്ല, മുനമ്പത്തിനെ പൂർണ്ണമായും അവഗണിച്ച് നിർത്തിക്കൊണ്ട്, അവിടുത്തെ ജനതയെ അവഗണിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് UDF സർക്കാർ എടുത്തിരിക്കുന്നത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടാൻ വേണ്ടി പോകുന്നില്ല. അവരെ കുടിയൊഴിപ്പിക്കാനുള്ള നിലപാടുമായി UDF സർക്കാരും വഖഫ് ബോർഡും മുന്നോട്ട് വന്നാൽ അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് എന്ന് വി.ഡി. സതീശൻ ഓർത്ത് വെൽക്കുന്നത് നന്നായിരിക്കും. ഞങ്ങൾക്ക് 3 MLA-മാരെ സഭയ്ക്കകത്തുള്ളൂ. പക്ഷേ 3 MLA-മാർ 300 പേരുടെ കരുത്തുള്ളവരാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കേരളത്തിൻ്റെ പൊതുസാമാന്യ ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. അത് നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങൾ പരിശോധിച്ചാലും ശരി, ആ വിഷയങ്ങളിലെല്ലാം കൃത്യമായി നിലപാട് പറയാൻ കെൽപ്പുള്ള, കൃത്യമായി ഇടപെടാൻ കെൽപ്പുള്ള, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും വഴങ്ങി നിൽക്കാത്ത, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തണ്ടല്ലിന് ബലമുള്ള രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ആ ഒരു ആദർശ ശുദ്ധിയുള്ള നേതാക്കന്മാർ ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്തുണ്ട്. ആ ഉള്ളവർ മതി ഈ വിഷയത്തെ വി.ഡി. സതീശനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എന്ന് ഉറച്ച ബോധ്യം കേരളത്തിലെ BJP പ്രവർത്തകർക്കുണ്ട്. അതുപോലെ തന്നെ മുനമ്പത്ത് വഞ്ചിതരായിട്ടുള്ള ജനങ്ങൾക്കുമുണ്ട് എന്ന് ഞങ്ങൾ ഉറപ്പിക്കുന്നു. ഞങ്ങൾ ഇന്നു മുതൽ അവരുടെ ഒപ്പം നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിനകത്ത് ഒരു കാര്യം കൂടി താങ്കൾ ശ്രദ്ധിക്കേണ്ടത്, 404 ഏക്കറാണ് ഉമീദ് പോർട്ടലിൽ മുനമ്പത്തിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവിടെ 404 ഏക്കർ ഇല്ല. കുറേ കടലെടുത്ത് പോയി. എങ്ങനെയാണ് പിന്നെ 404 ഏക്കർ എന്ന് പറഞ്ഞാൽ? അത് പഴയ ഡോക്യുമെന്റ് ആണെങ്കിൽ പോലും അതിന്റെ പിന്നിൽ ചില രഹസ്യങ്ങളായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഇല്ലേ എന്നൊരു സംശയം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ രൂപപ്പെടുന്നുണ്ട്. അതിന് ഒരു കാര്യമുണ്ട്. ഈ 404 ഏക്കർ എന്ന് അവർ മുൻപ് തന്നെ പറയുന്നതിന് ഒരു കാരണം, പകരം വസ്തു സർക്കാർ കൊടുക്കുകയാണെങ്കിൽ 404 ഏക്കർ അവർക്ക് കിട്ടണം മിനിമം. അത് തന്നെയാണ് അതിന്റെ പിന്നിലെ
അവരുടെ ഉദ്ദേശവും. അതായത് 130 140 ഏക്കർ മാത്രമുള്ള മുനമ്പം ഭൂമിയിൽ നിന്ന് 404 ഏക്കർ എന്ന് പറഞ്ഞ് അതിനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ പിൻപറ്റി അവർക്ക് കിട്ടേണ്ട കുറേ ആനുകൂല്യങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയിലേക്ക് VD സതീശനെ നയിക്കുക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും ഉത്തരവാദിത്തം. അത് അവർ കൃത്യമായി ആ ഒരു കോക്കസ് പണി അവർക്ക് കൃത്യമായി ചെയ്യാനറിയാം. മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നിലപാടുമായിട്ടാണ് UDF പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. പക്ഷെ അതങ്ങനെ തന്നെ അംഗീകരിച്ചു കൊടുക്കാൻ കേരളത്തിലെ BJP തയ്യാറല്ല. ഇപ്പോൾ ഈ വിഷയത്തിൽ കുറ്റവാളിയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് VD സതീശനാണെങ്കിലും ഇതിലെ യഥാർത്ഥ കള്ളന്മാരെ നമ്മൾ കാണാതിരിക്കുന്നത് തെറ്റാണ്. കാരണം CPM ആണ് ഇതിനകത്ത് കിടന്ന് ശരിക്കും വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുകയും ആ മുനമ്പത്തെ ജനതയെ കാണാതിരിക്കുകയും ചെയ്തത്. സത്യത്തിൽ ഈ രണ്ട് പ്രസ്ഥാനങ്ങളെയും, ഇടതുപക്ഷത്തെയും UDF-നെയും ശരിക്കും ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യേണ്ട ഒരു ചുമതലയും കൂടി ഈ ഭാരതീയ ജനതാ പാർട്ടിയും അവരുടെ 3 MLA-മാരും ഈ പ്രസ്ഥാനങ്ങളും ഏറ്റെടുക്കേണ്ടതല്ലേ? അല്ല ചേട്ടാ, അതിനകത്ത് വളരെ കൃത്യമാണ്. ഞങ്ങളുടെ ഇലക്ഷൻ കാലത്തെ ക്യാമ്പയിൻ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി മനസ്സിലാവും. ഇടതും വലതും രണ്ടല്ല, ഒന്നാണ് എന്നുള്ളതായിരുന്നു ഞങ്ങൾ. ആ ക്യാമ്പയിൻ ഞങ്ങൾ നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ പറഞ്ഞ വസ്തുതകളെല്ലാം അരക്കിട്ടുറപ്പിച്ചതുപോലെ ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് VD സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷവും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന്റെ ഡിറ്റോ ഫേസായി, ഡിറ്റോ നിലപാടായി VD സതീശൻ മാറുമ്പോൾ കൃത്യമായി കേരളത്തിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അർഹതപ്പെട്ട നീതി ലഭ്യമാവില്ല. കോൺഗ്രസുകാരുടെ ഇടയിൽ തന്നെ അങ്ങനെ ഒരു എന്താണ് പറയുക, ഒരു വായ്ത്താരിയുണ്ട്. VD സതീശൻ പിണറായിയാണ് എന്നാണ് അവർ തന്നെ പറയുന്നത്. അത് ഞാൻ അങ്ങനെ സ്റ്റേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ എങ്കിൽ പോലും VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചരിച്ച അതേ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ കേരളത്തിലെ സാധാരണപ്പെട്ട ആളുകളുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനോ കേരളത്തിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ വിഷയമോ ഒന്നുമല്ല VD സതീശൻ്റെ വിഷയം. VD സതീശൻ്റെ വിഷയം താനും തൻ്റെ പാർട്ടിയും കഴിഞ്ഞ 10 വർഷക്കാലം പിറകിൽ നിന്ന് തൻ്റെ പാർട്ടിയും തൻ്റെ കസേരയും തൻ്റെ സ്വന്തം കാര്യങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. അതിനെ കൃത്യമായി ഇപ്പോൾ CPM-ൻ്റെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ഒരു കണ്ണിൽ ചോരയില്ലാത്ത പ്രവർത്തനമാണ് ഈ പാവങ്ങളെ നടുവഴിയിലേക്ക് ഇറക്കി നിർത്തിയത്. ആ നടുവഴിയിൽ അവരൊരു ആശ്വാസത്തുരുത്തായി കണ്ടതാണ് VD സതീശനെയും UDF-നെയും. അങ്ങനെയാണ് അതിലേക്ക് കൈപിടിക്കുന്നത്. ആ കൈപിടിച്ച് കയറുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് കയറ്റിക്കൊണ്ട് വരുന്നവൻ അതിലും വലിയ ഭീകരനാണെന്ന്. അപ്പൊ ആ അവസ്ഥയിലേക്ക് കേരളത്തിലെ മുനമ്പത്തെ സാധാരണപ്പെട്ട ജനങ്ങൾ ആലംബഹീനരായി നിൽക്കുന്ന സമയത്ത് BJP അന്നു മുതൽ ഇന്ന് വരെ അവരോട് എടുത്തിട്ടുള്ള നിലപാടിൽ നിന്ന് ഞങ്ങൾ ഒരു 5 പോലും പിന്നോട്ട് പോയിട്ടില്ല. ഇനി ഒരു അടി പോലും പിന്നോട്ട് പോവുകയുമില്ല. അവരുടെ ഞങ്ങൾ അവരോട് രാജീവ് ചന്ദ്രശേഖർജി അവരുടെ സമരപ്പന്തലിൽ ചെന്നിരുന്നു പറഞ്ഞ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ വാക്കുകൾ താങ്കൾ എടുത്തു നോക്കിക്കൊള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശമായ ഭൂമി ലഭ്യമാകുന്ന ദിവസം വരെ നിങ്ങളോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി കാണും. ആ നിലപാടിൽ ഞങ്ങൾ ഇന്നും ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ടാണ് BJP-യുടെ MLA-യും BJP-യുടെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അപ്പം തന്നെ ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് ഇന്ന് വെറുതെ VD സതീശൻ പറഞ്ഞതുപോലെ പറഞ്ഞിട്ട് അങ്ങ് മുന്നോട്ട് പോവുകയല്ല ചെയ്തത്. അദ്ദേഹം കൃത്യമായി ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് അതിൻ്റെ ഇടപെടലിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ നൽകുന്നു, അതിന് വേണ്ടിയിട്ടുള്ളൊരു നിവേദനം കൊടുക്കുന്നു. അതിനോടൊപ്പം ഞങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഞങ്ങളുടെ 3 MLA-മാർ നേരിട്ട് കണ്ട് BJP-യുടേതായ ഒരു നിവേദനം നൽകും. ഈ വിഷയത്തിൽ കേരള സർക്കാർ ഉമീദ് പോർട്ടലിൽ നിന്ന് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ള നിലപാട് ഞങ്ങൾ പറയും. അത് അവർക്ക് അംഗീകരിക്കാതിരിക്കാം. അവർ അംഗീകരിച്ചാലും അംഗീകരിക്കാതിരുന്നാലും മുനമ്പത്തെ ആ സാധാരണ ജനങ്ങൾക്കൊപ്പമായിരിക്കും BJP എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഇനി ചിലർ പറയും ഞങ്ങൾ വോട്ടിന് വേണ്ടിയിട്ടാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്തിയെന്നൊരു വായ്ത്താരി ഇതുപോലെ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ കുറേ കാലം കൊണ്ടു നടന്നല്ലോ. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ പതിറ്റാണ്ടുകൾ ഇന്ത്യയിൽ പല വിഷയങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി ഞങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. പതിറ്റാണ്ടുകൾ. അന്നൊക്കെ ഞങ്ങളെ പലരും പുച്ഛിച്ചിട്ടുണ്ട്, തിരസ്കരിച്ചിട്ടുണ്ട്, മാറ്റി നിർത്തിയിട്ടുണ്ട്. ആ നിലപാടുകൾ തന്നെയാണ് 2014 ഞങ്ങൾ പറഞ്ഞത്. ആ നിലപാട് പറഞ്ഞു തന്നെയാണ് ഞങ്ങൾ 2014 അധികാരത്തിൽ വന്നത്. ആ 2014 ശേഷം ഇന്നിരിക്കുന്ന 2026 ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. ഒരു നിലപാടിൽ ഞങ്ങൾ തീരുമാനമെടുത്താൽ ആ നിലപാടിൽ നിന്ന് അചഞ്ചലമായി നിന്ന് ആ നിലപാട് നേടിയെടുക്കുന്നത് വരെ, ആ വിഷയത്തിലെ അവസാനം വരെ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള നേരത്തെ പറഞ്ഞ തണ്ടലിൻ്റെ ബലം ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് 2026 മറ്റെല്ലാ സംഘടനകളെയും നിഷ്പ്രഭമാക്കി നിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് നിർത്തുന്ന താമരകളായി ഞങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിൽക്കുന്നത്. കേരളത്തിൽ നിങ്ങളുടെ താമരയുടെ തണ്ട്
വേരിറങ്ങില്ല എന്ന് പറഞ്ഞിടത്ത് ഇന്ന് കേരളത്തിനകത്ത് സ്പീക്കർ പദവിയിലേക്ക് മത്സരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് കേരളത്തിൽ ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നതും ആ നിലപാടാണ്. ആ നിലപാട് ഉയർത്തിപ്പിടിച്ചു തന്നെ മുന്നോട്ട് പോകും. ഞങ്ങൾ ഇപ്പോഴും മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പം അന്ന് പറഞ്ഞ അതേ നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും അക്കാര്യം വളരെ വ്യക്തമാണ്. മുനമ്പത്തെ ജനങ്ങളോടൊപ്പം അന്നു മുതൽ ഇന്നുവരെ ഒരേ നിലപാടിൽ നിന്നിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ, ചിന്തിക്കുന്നവർ, മുനമ്പത്തെ ജനത ഇവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അക്കാര്യത്തിൽ BJPക്ക് എന്തായാലും അഭിമാനിക്കാം എന്നതിൽ സംശയമില്ല. മാത്രമല്ല, ഈ പെട്ടിരിക്കുന്ന ഊരാക്കുടുക്കിൽ നിന്ന്, ഈ ചെകുത്താനും കടലിനും ഇടയിൽ പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുനമ്പത്തെ ജനത എത്രയും പെട്ടെന്ന് രക്ഷ നേടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്